നമ്മുടെ 2024-25 ബജറ്റ്, അതിനു മുൻപുള്ള ബജറ്റുകളിലും ഡോക്ടർ ഐസക്കിൻ്റെ ബജറ്റുകൾ, അതുപോലെ തന്നെ ശ്രീ ബാലഗോപാൽ വന്നതിന് ശേഷമുള്ള എല്ലാ ബജറ്റുകളിലും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു ആഗോള വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നത്. അങ്ങനെ ഈ ആഗോള വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് പറയുമ്പോൾ മറ്റൊരു തരം ബിസിനസ്സും ഇങ്ങോട്ട് വരുന്നില്ല, അതായത് വ്യവസായങ്ങളും വരുന്നില്ല. ഇവിടെ വ്യവസായ ഫ്രണ്ട്ലി ആക്കണം എന്ന് പറയുന്നതല്ലാതെ വ്യവസായ ഫ്രണ്ട്ലി ആക്കാനായിട്ട് ഒരു ഭരണകർത്താക്കൾക്കും പറ്റിയിട്ടില്ല. കാരണം ഇവിടുത്തെ ലേബർ മിലിറ്റൻസി, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ നമുക്ക് ജോഗ്രാഫിക്കൽ ഏരിയ വളരെ കുറവാണ്. 590 കിലോമീറ്റർ സമുദ്ര തീരത്തോടു കൂടിയ ഒരു ചെറിയ ഒരു ഭാഗമാണ് കേരളം. അപ്പോൾ കേരളത്തെ കണ്ടാൽ തന്നെ അറിയാം വ്യവസായ സാഹചര്യങ്ങൾ, അതായത് വ്യവസായത്തിന് വേണ്ടത്ര ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലമാണ്. 38,000 സ്ക്വയർ കിലോമീറ്ററാണ് ആകെപ്പാടെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. അപ്പോൾ അതിൽ തന്നെ വനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാം എന്ന തോന്നൽ, അതായത് പറയപ്പെട്ട കമ്പ്യൂട്ടറൈസേഷനും ഗൂഗിളൈസേഷനും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷണൽ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വലിയ ഭൂവിസ്തൃതിയുടെ ആവശ്യമില്ല. ആ വെർട്ടിക്കൽ എക്സ്പാൻഷന് പോസിബിലിറ്റി ഉണ്ട്. അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം എന്നൊക്കെ സ്ഥിരം പറയും. ഇപ്രാവശ്യവും ധനമന്ത്രി ബാലഗോപാൽ എഡ്യൂക്കേഷൻ ഹബ്ബിനെ പറ്റി അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള സഹവർത്തിത്വം, അവരുടെ ബ്രാഞ്ചസ് ഇവിടെ വരുന്നത്, അവരുടെ വിങ്സ് ഇവിടെ വരുന്നത്, അതിനെപ്പറ്റിയൊക്കെ വലിയ മോഹന സുന്ദര സ്വപ്നങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വാരി വിതറിയത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ എന്താണ് പറയുക, പ്രൈമറി എഡ്യൂക്കേഷൻ തൊട്ട് മുകളിലോട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ചെറിയ ലൈറ്റ് അങ്ങോട്ടടിക്കാം. അതായത് പ്രൈമറി വിദ്യാഭ്യാസം എങ്ങനെയാണ്, ആഗോള നിലവാരത്തിലാണോ കേരളത്തിലെ പ്രൈമറി വിദ്യാഭ്യാസം? കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി കുറ്റം പറയുന്നവരെല്ലാം പറയുന്നത് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ കോളേജിയറ്റ് എഡ്യൂക്കേഷനാണ് കലാശാലകളൊക്കെ കലാപശാലകളായി മാറുകയും അങ്ങനെ വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് കഴിഞ്ഞ് കേരളം വിട്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം കേരളത്തിലെ പ്രൈമറി വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കുന്നു എന്ന്. കേരളത്തിലെ പ്രൈമറി വിദ്യാഭ്യാസമല്ല, ഞാൻ US-ലെ ഒരു പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ ചൂണ്ടിക്കാണിച്ച് ഒരു വിലയിരുത്തൽ, ഒരു താരതമ്യം നടത്താം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ US-ൽ പെൻസിൽവേനിയ സംസ്ഥാനത്ത് പിറ്റ്സ്ബർഗ് പ്രവിശ്യയിൽ മൗണ്ട് ലെബനൻ സ്കൂളിലേക്ക് അല്പനേരത്തേക്ക് നമുക്കൊന്ന് പറക്കാം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സംസ്ഥാനമാണ് പെൻസിൽവേനിയയിലെ ഒരു പ്രവിശ്യയാണ് പിറ്റ്സ്ബർഗ്. അതായത് വ്യവസായങ്ങളുടെ പാർക്കായിരുന്നു, അമേരിക്കയിലെ വ്യവസായങ്ങളുടെ പാർക്കായിരുന്നു പിറ്റ്സ്ബർഗ്. പക്ഷേ ഇപ്പം അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബും ഒക്കെയാണ്, വ്യവസായങ്ങളും ഉണ്ട് എങ്കിൽ തന്നെയും. അപ്പോൾ ഈ പിറ്റ്സ്ബർഗിലെ മൗണ്ട് ലെബനൻ സ്കൂളിലെ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നമ്മുടെ ഈ പര്യടനം ചെല്ലുന്നത്. അവിടെ എങ്ങനെയാണ് എനിക്ക് ആ സ്കൂളുമായിട്ട് പരിചയമെന്നല്ലേ, അതും ഞാൻ പറയാം. എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആദ്യമേ ചെന്ന് കാണുന്നത് എൻ്റെ മകൻ സന്ദീപ് ജോർജ്, മൂത്ത മകൻ. അവൻ്റെ 6 വയസ്സുള്ള രണ്ടാമത്തെ മകൻ ഇഷാൻ ഇങ്ങനെ ഒരു സീറ്റിലിരിക്കുന്നു. മുൻപിൽ ഒരു കുറച്ച് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ടേബിള്, ആ ടേബിളിൽ ഒരു പുസ്തകം ഇരിക്കുന്നു. ആ പുസ്തകം തനിയെ വായിക്കുന്നു. പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് രസകരമായിട്ട്. ഇഷാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം കാണുന്ന കാഴ്ചയാണ്, ഞാൻ അത്ഭുതം കൂറി. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇത്തിരി അത് ശ്രദ്ധിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറ്റിയപ്പോഴേക്കും എൻ്റെ മകൻ സന്ദീപ് ജോർജ് ഇരിക്കുന്ന അവൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ ഓഫീസ് റൂമിൽ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇഷാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ ഉറങ്ങിപ്പോവില്ലേ? എങ്ങനെയാണ് ഈ പുസ്തകം തനിയെ വായിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, മമ്മി അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് സ്കൂളുകാർ തന്നെ ഏർപ്പാട് ചെയ്യുന്നതാണ്, ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കുന്നു, അങ്ങനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ്. ഒരു ആപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിലൂടെയാണ് ആ പുസ്തകം ഇങ്ങനെ വായിക്കുന്നത്. അങ്ങനെ പുസ്തകം വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ അവൻ പറയുകയായിരുന്നു. കുട്ടി സസൂക്ഷ്മം പുസ്തകം വായിക്കുന്നത് കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത റീഡിംഗ് ഹാബിറ്റ് 1 മുതൽ 5 വരെയുള്ള, അതായത് എലിമെൻ്ററി സ്കൂളിൽ റീഡിംഗ് ഹാബിറ്റ് വളർത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ്, ഈ ഗൂഗിളൈസേഷൻ കാലത്ത് എടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയപ്പെട്ട
റീഡത്തോൺ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആ വാക്ക് റീഡത്തോൺ. നമ്മൾ മാരത്തോൺ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെയാണ് റീഡത്തോൺ. കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടുകൂടി വായന ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആസൂത്രിത നീക്കമാണ് ഈ റീഡത്തോൺ എന്ന് പറയുന്നത്. റീഡത്തോൺ, മാരത്തോണിന് പകരം റീഡിങ്ങിൽ തോൺ, റീഡത്തോണാണ് ഇത്. അപ്പോൾ ഈ റീഡത്തോണിന് എന്തൊക്കെ സവിശേഷതകളുണ്ടോ ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു അത് 3600 മിനിറ്റ് ഇങ്ങനെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റയടിക്കിരുന്നല്ല, ഒരു മാസം കൊണ്ട് 3600 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്ത് വായന കേട്ട ഒരു കുട്ടിക്ക് സ്റ്റാർ റീഡർ എന്ന പദവി കിട്ടുന്നു. സ്റ്റാർ റീഡർ എന്ന പദവി കിട്ടുന്നു. അത് 5000 മിനിറ്റ്. അപ്പം ഈ 3600 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂർ ശരാശരി കേൾക്കണം, വായിക്കുന്നത് കേൾക്കണം. എങ്കിലേ 3600 മിനിറ്റ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും. അപ്പം അങ്ങനെ പൂർത്തിയാക്കുന്ന കുട്ടിയെ സ്റ്റാർ റീഡർ എന്ന പദവി കൊടുത്ത് ആദരിക്കുന്നു, പിന്നെ അഭിനന്ദിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത്തരം പദവികൾ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. ഇനി 5000 മിനിറ്റ് വായന നീണ്ടു എന്നിരിക്കട്ടെ, ആ കുട്ടിക്ക് ഒരു നല്ല വിലയുള്ള നല്ലൊരു പുസ്തകം കൂടി സമ്മാനമായി നൽകി കൊണ്ട് ആദരിക്കുന്നു. ഇതാണ് റീഡത്തോൺ. അപ്പോൾ എന്താണ് ഇങ്ങനെ റീഡത്തോൺ ചെയ്യുന്നത്? റീഡിംഗ് ഹാബിറ്റ് കുട്ടികളിൽ വളർത്തുക. അതാണ് റീഡത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റീഡിംഗ് ഹാബിറ്റ് മാത്രമല്ല, റീഡിംഗ് ഹാബിറ്റ് വളർത്തുന്നതോടൊപ്പം നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക കൂടിയാണ് ഈ റീഡത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഈ റീഡത്തോണിൽ വായിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നത് പ്രൈമറി തലത്തിൽ, അതായത് അവരുടെ സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ തുടങ്ങുന്നു, അമ്മയുടെ ഉദരത്തിൽ തുടങ്ങുന്നു. എങ്കിലും അത് പ്രൈമറി ക്ലാസ്സുകളിൽ നന്നായിട്ട് മോഡൽ ചെയ്യേണ്ടതുണ്ട്. ആ സ്വഭാവ രൂപീകരണത്തിന് സഹായകമായ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റീഡത്തോൺ ആപ്പിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നത്? ഹെൽത്തി ഈറ്റിംഗ്. നമുക്കറിയാമല്ലോ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ, ബുദ്ധിയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആരോഗ്യമുള്ള ശരീരം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതുവഴിയായിട്ട്. ഉദാഹരണത്തിന് അവരുടെ ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, അതുപോലെ ധാന്യങ്ങളുടെ പ്രാധാന്യം എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അതുപോലെ എന്താണ് പ്രോട്ടീനിൻ്റെ പ്രസക്തി, ഇത്തരം കാര്യങ്ങൾ ഈ റീഡത്തോണിൽ സാന്ദർഭികമായിട്ട് വളരെ രസകരമായിട്ട് വായിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ വരുന്നു. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ്, എങ്ങനെയാണ് ആക്റ്റീവായിട്ട് കുട്ടികൾ ഇരിക്കേണ്ടത്. മൗനികളായിട്ടിരിക്കുന്ന കുട്ടികൾ നമുക്ക് എപ്പോഴും പേരൻസിന് ആദിയാണ്. കുട്ടികൾക്ക് ആവശ്യം പോലെ ചിരിയും കളിയും ഒക്കെ ഇല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആകുന്ന എങ്ങനെയാണ്, അതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ കുട്ടികൾ ആക്റ്റീവായിരുന്നാൽ മാത്രമേ അവരുടെ ശരീരവും മനസ്സും ബുദ്ധിയും ആക്റ്റീവായിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെ അവർ വളർത്തിയെടുക്കണം എന്നുള്ളത് ഈ വായനയിലൂടെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതുപോലെ എങ്ങനെയാണ് കൈൻഡായിരിക്കുക, അതായത് ഒരു കുട്ടി സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും മറ്റ് കുട്ടികളുമായിട്ട് മുതിർന്നവരുമായിട്ട് ഒക്കെയുള്ള ആ അടുപ്പത്തിൽ എങ്ങനെയാണ് സ്നേഹവും അതുപോലെ കരുണയും കാണിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ എങ്ങനെയാണ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആവുക കുട്ടികൾ, അതായത് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആകുക എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് യോജിച്ച് പരിസ്ഥിതിയെ എങ്ങനെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകണം, അതിന് കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പരിസ്ഥിതിയെ എങ്ങനെ വീക്ഷിക്കണം, അതുപോലെ തന്നെ നമ്മൾ യൂസ്, റീയൂസ്, റീസൈക്കിൾ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിയുകയല്ല പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിൽ, പകരം അത് നമുക്ക് റീയൂസ് ചെയ്യത്തക്ക സാഹചര്യങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ അതിനെ റീസൈക്കിൾ ചെയ്ത് കിട്ടത്തക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അതെന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഓൺലൈൻ സേഫ്റ്റിയെ പറ്റിയും കുട്ടികൾക്ക് ഈ ആപ്പ് പറഞ്ഞു കൊടുക്കും. എന്താണ് ഓൺലൈൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ, ഏതൊക്കെ തരത്തിലുള്ള ഗെയിംസിലാണ് കുട്ടികൾക്ക് ഏർപ്പെടാൻ നല്ലത്, ഏതൊക്കെ തരം ഗെയിംസാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടില്ലാത്തത്, കുട്ടികളുടെ ബുദ്ധിക്കും
മനസ്സിനും സ്വസ്ഥ ജീവിതത്തിനും ഹാനികരമാകുന്നത് ഏതൊക്കെ ആപ്പുകളാണ്, ഏതൊക്കെ ഗെയിമുകളാണ് ആപ്പിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റഡിയിങ് ആൻഡ് ലേണിംഗ്, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം, ജ്ഞാനത്തിൻ്റെ മഹത്വം. നമുക്കറിയാം, ഒരു കള്ളനും ഒരിക്കലും മോഷ്ടിക്കാനാവാത്ത ധനം എന്ന് പറയുന്നത് വിദ്യാധനം. അതുകൊണ്ടാണല്ലോ നമ്മുടെ കവി തന്നെ പറഞ്ഞിരിക്കുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന്. നമ്മൾ ബൈബിൾ എടുത്തു നോക്കുക, ഖുറാൻ എടുത്തു നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീത എടുത്തു നോക്കുക, എവിടെ നോക്കിയാലും ആ വിദ്യാധനത്തെ പറ്റി അതിശ്രേഷ്ഠമായിട്ടാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്, എല്ലാ ആചാര്യന്മാരും പഠിപ്പിക്കുന്നത്. അപ്പം അത് തന്നെ ഈ റീഡത്തോണിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിദ്യ എന്ന് പറയുന്ന ധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് ആൻഡ് എമോഷൻസ്, അവയെ എങ്ങനെ കാണണം, ചിരിക്കുവാണെങ്കിലും കളിക്കുവാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും കരച്ചിൽ വരുമ്പോൾ എങ്ങനെയാണ് ഫീലിങ്സിനെ വേണ്ടിയെടുത്ത് നിയന്ത്രിക്കാൻ പറ്റുക, ഇതൊക്കെ ഉദാഹരണ സഹിതം പറയിച്ചു കൊടുക്കും. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ടീം വർക്ക്, അതായത് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എന്ന് പറഞ്ഞതുപോലെ സൗഹൃദങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ടീം വർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മുടെ ഇവിടെയാണെങ്കിൽ കലാപശാലകളായിട്ടുള്ള കലാശാലകളിലാണ് സാധാരണ രീതിയിൽ ടീം വർക്ക് കാണുന്നത്, അടിക്കാനും കൊല്ലാനും വെട്ടാനും ഒക്കെ. പക്ഷേ അതല്ല വേണ്ടത്. ജീവിതത്തിൽ സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നേറാൻ കുട്ടികൾ എങ്ങനെ പഠിച്ചു വരണം, ഇതൊക്കെ ഇന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ആപ്പുകൾ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ല, ഈ ആപ്പുകൾ വഴി വെച്ചാൽ ഈ റീഡത്തോൺ വഴിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ശരിക്കും ആപ്പുകൾ വഴിയാണ്, എന്നാലും റീഡത്തോൺ. അപ്പോൾ ഒരു ടീച്ചർ അവിടെ നിന്നാൽ തന്നെ ഇത്രയും മോട്ടിവേഷണലായിട്ട് ക്ലാസ് എടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ടീച്ചേഴ്സും ഇതുപോലെ മോട്ടിവേഷണലായിട്ട് ക്ലാസ് എടുക്കാൻ പ്രാപ്തരായിരിക്കണം എന്നില്ല. അതേ സമയത്ത് ആപ്പുകളിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്, പക്ഷേ ആ റെഡിമെയ്ഡ് ക്ലാസ്സസ് കുട്ടികളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഹൈജീൻ, അതും അവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. എങ്ങനെ കൈ കഴുകണം, എപ്പോഴും എത്ര ശുദ്ധജലം, എന്താണ് വെള്ളത്തിൻ്റെ ആവശ്യം, എന്താണ് ഇഷ്ടംപോലെ ജലം കുടിക്കണം, അതോടൊപ്പം തന്നെ ശുദ്ധജലം എങ്ങനെ സംരക്ഷിച്ച് നിർത്താം, നമ്മുടെ വൃത്തി, ശരീരവൃത്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ഈ ആപ്പുകൾ വഴിയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പ് വഴിയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പോലും ഇത്തരം കാര്യങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലെ കുട്ടികളോട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കയ്യിൽ നഖം നീണ്ടു നിന്നാൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു കരുണൻ മാഷുണ്ട്. ആ കരുണൻ മാഷ് ഒരു റൂൾ തടി കൊണ്ട് കയ്യിൽ ഒരു ഇടിയാണ് തരുന്നത്. കയ്യിൽ റൂൾ തടി കൊണ്ട് ഇടിക്കും, നഖം വെട്ടി ശരിയാക്കി. എനിക്ക് മാത്രമല്ല, ഏത് കുട്ടിക്കാണെങ്കിലും കിട്ടും ആ ഇടി. അപ്പോൾ അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ടീച്ചേഴ്സ് ഇന്നും ഉണ്ടോ? ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ പോകുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകുന്ന കുട്ടികളുമില്ല. പക്ഷെ ഇതൊക്കെ ആപ്പ് വഴിയാണെങ്കിലും നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഇപ്പോൾ റീഡത്തോണിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള ലെസൺസ് എടുത്തു കൊടുക്കുന്ന റീഡത്തോൺ, അതേപറ്റിയാണ് പറഞ്ഞത്. ഇനിയുമുണ്ട് വേറെ ഒരുപാട് ഗെയിംസ് അവരുടെ കയ്യിൽ. മറ്റൊരു ഗെയിമാണ് ഒഡീസി. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഗ്രീസിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വർക്കാണ് ഒഡീസി എന്ന് പറയുന്നത്. ആ ഒഡീസി എന്ന് പറയുന്ന ഗെയിം എന്താണ്? ഇവിടെ ദീർഘ സാഹസിക പര്യടനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടീച്ചേഴ്സും കുട്ടികളും കൂടി അവധിക്കാലത്ത്, നമ്മുടെ കുട്ടികളെയും കൊണ്ട് അവധിക്കാലത്ത് ഒരു ദീർഘ സാഹസ പര്യടനത്തിന് പോകണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവിടെ ടീച്ചേഴ്സിനെ കിട്ടുകയില്ല. കുട്ടികളെയും വിടാൻ സാധ്യത വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ടാണ് അത്തരം ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ സാഹസികത കുട്ടികളിൽ വളർത്തും. സാഹസികത വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് താനും. അങ്ങനെ പിന്നെ ഒന്നും മാത് സയൻസ് ആണ് വേറൊരെണ്ണം. മാത് സയൻസ്, ഇപ്പോൾ ശാസ്ത്ര അഭിരുചി അല്ലെങ്കിൽ എഴുതാനുള്ള അഭിരുചി, ചിലർക്ക് വാന നിരീക്ഷണത്തിനായിരിക്കും അഭിരുചി. ലെഗോസ് ഒക്കെ വെച്ച് കളിച്ചു പഠിക്കുന്ന കുട്ടികളാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കണം, ശാസ്ത്രീയമായ ചില ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റും. 1, 2, 3, 4, 5 ക്ലാസ്സിലുള്ള കുട്ടികൾക്കും. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത സൃഷ്ടിച്ചു കൊടുക്കുക. അതുപോലെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, എഴുതാനുള്ള താല്പര്യം ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കഥയോ കവിതയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എഴുതും, അതിനുള്ള പ്രോത്സാഹനം കൊടുക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മകൻ്റെ തന്നെ, അതായത് 4th ഗ്രേഡിൽ പഠിക്കുന്ന
റോഷൻ എന്ന് പറയുന്ന എൻ്റെ മകൻ്റെ മൂത്ത മകൻ, അവൻ എഴുതിയ ഒരു കവിത, അതായത് ഈ പറയപ്പെട്ട മാത്സ് സയൻസിന്റെ വിഭാഗത്തിൽ അവൻ എഴുതിയ കവിതയാണ്. ആ കവിതയുടെ ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതായത് ഈ കൊടുക്കുന്ന ട്രെയിനിങ് എത്ര ഗുണപ്രദമാണ് എന്നറിയാനാണ് ഞാൻ അങ്ങനെ എഴുതിയ ഒരു കവിത വായിക്കുന്നത്. ഐ ആം, അതാണ് കഥയുടെ പേര്. ഐ ആം എ ഫ്രണ്ട്ലി 4th grade ഹു ലവ്സ് മാത്ത്. ഒരിക്കൽ കൂടി പറയാം. ഐ ആം എ ഫ്രണ്ട്ലി 4th grade ഹു ലവ്സ് മാത്ത്. I wonder where space ends. I pretend when I am playing games with my brother. I feel grateful that I have a caring family. I touch the computer as I beat a video game. Then I dream that I have all the time in the world. I try to be more mindful of others around me. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാൻ ഞാൻ. I try to be more mindful of others around me. അപ്പൊ ഇതിനകത്ത് മുഴുവനും ഒരു എന്താ പറയുക, ആ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കുന്ന ആ നന്മയുടെ ഒരു ശരിയുണ്ട്. അതുപോലെ തന്നെ ഐ ലവ് മാത്ത്. ഐ എം എ മാത്ത് ലവിങ് 4th grade. ഞാൻ 4th grade ഒരു മാത്ത് ലവിങ് ആയിട്ടുള്ള കുട്ടിയാണ്. ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി, എൻ്റെ കുടുംബത്തെ പറ്റി, എനിക്ക് കെയറിങ് തരുന്ന കുടുംബത്തെ പറ്റി, എൻ്റെ സഹോദരനെ പറ്റി ഒക്കെ അവൻ ആ കവിതയിൽ പറഞ്ഞു. ഈ കവിത ഒരുപാടുണ്ട്, കുറച്ചും കൂടി നീണ്ടതാണ്. അതിൻ്റെ 1/3 മാത്രമാണ് ഞാനിവിടെ ചൊല്ലിയത്. അപ്പോൾ ഇതുപോലെയുള്ള ട്രെയിനിങ് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുത്ത്, അത് ഇൻസ്പിരേഷണലാണ് ആ ട്രെയിനിങ്. ആ ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്നുള്ള വളർച്ചയുടെ ഒരു ചുവടാണ് നമ്മളിപ്പോൾ ഈ കവിതയിലൂടെ കണ്ടത്. സ്വഭാവ രൂപീകരണത്തിന് വളരെ സഹായകമായ ഒന്നാണ് ഇത്തരം കവിതയും ഒക്കെ. ഇനി അതുപോലെ തന്നെയുണ്ട് ഗാമിഫിക്കേഷൻ, എന്ന് വെച്ചാൽ ഗെയിമിലൂടെ കുട്ടികൾ പഠിക്കട്ടെ. എല്ലാത്തരം ഗെയിമുകളും, ബേസ്ബോൾ ആകട്ടെ, ബാസ്കറ്റ് ബോൾ ആകട്ടെ, എന്തെല്ലാം തരം ഗെയിംസ് ഉണ്ടോ ആ ഗെയിംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ പ്രായത്തിൽ തന്നെ, അതൊക്കെ അവധിക്കാലങ്ങളിലാണ് ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി കുട്ടികൾ ചേരുന്നു. പിന്നെ പേരൻസ് അല്ലാതെ തന്നെ ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ താരതമ്യം വഴി നമ്മുടെ ഒരു സ്കൂൾ എടുത്താൽ, ഇവിടുത്തെ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ മോട്ടിവേഷണൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയിരുന്നപ്പം ഞാൻ ഓർക്കുക, ശരിക്കും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല മിടുക്കരായ കുട്ടികളുണ്ട്. ഞാൻ എല്ലാ കുട്ടികളോടുമായി പറഞ്ഞു, ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും. കുമാരനാശാനെ പറ്റി, അതായത് മഹാകവി കാളിദാസൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും മനോഹരമായ കവിതകൾ വായിച്ചിട്ടുള്ളത് കുമാരനാശാൻ്റെ കവിതകളാണ്. ആ കുമാരനാശാനോട് എനിക്ക് അത്രയധികം ആദരവുണ്ട്. കുമാരനാശാൻ്റെ കവിതകൾ ആരെങ്കിലും, കുമാരനാശാൻ്റെ സെന്റിനറി ഇയർ ആണല്ലോ ഇപ്പോൾ, അപ്പോൾ ആരെങ്കിലും പാടാമോ എന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടി അതിമനോഹരമായിട്ട് ആ കവിത പാടി. ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അവരെ അണിയിച്ച ഷാള്, ആ സ്കൂളുകാരെ എന്നെ അണിയിച്ച ഷാള് ഞാൻ ആ കുട്ടിയെ എടുത്ത് അണിയിച്ചു കൊടുത്തു. നല്ല പാട്ടുകാരിയായിട്ട് വരണം എന്നും പറഞ്ഞ്. ഒരുപക്ഷെ അവൾ പിൽക്കാലത്ത് ഒരു പിന്നണി ഗായികയൊക്കെ ആയി വരാൻ നല്ല തരത്തിൽ പാടുന്ന കുട്ടിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളുകളിലും അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മോട്ടിവേഷണൽ സ്പീച്ച് നടത്താൻ വേണ്ടി എന്നെ വിളിച്ചത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, നല്ല മിടുക്കരായ കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് ആ ടാലൻസ് ഒക്കെ പുറത്തെടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ അത്ര ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണോ എന്ന് ഞാൻ ചോദിച്ചില്ല, ഒരു മുതിർന്ന ക്ലാസ്സിലെ കുട്ടിയാണ്. എന്തായാലും 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളല്ല, അവിടെ അതിനും നല്ല മിടുക്കര് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ നോക്കുക, അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് ഈ റീഡത്തോൺ, ഇത്തരം ഒരു സ്കീം, അല്ലെങ്കിൽ ഒഡീസി, അല്ലെങ്കിൽ ഗാമിഫിക്കേഷൻ, ഇതൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എത്ര കാലം നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും കൊടുക്കാതെ അതിന് ടീച്ചേഴ്സിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ടീച്ചേഴ്സ് ആ വഴിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പണ്ട് പഠിച്ച പാഠങ്ങളും പണ്ട് പഠിപ്പിച്ച രീതികളും അല്ലാതെ ഒന്നും കൈക്കൊള്ളുകയില്ല, ഒന്നും സ്വീകരിക്കുകയില്ല എന്ന ആ രീതി മാറ്റി വലിയ റവല്യൂഷണറി, വിപ്ലവാത്മകമായ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് റെഡിയാകണം. അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അതിന് സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവരേത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കട്ടെ, ശരിയായ വഴി തന്നെ തിരഞ്ഞെടുക്കും. നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഈ വലിയ കള്ളത്തരത്തിൽ അപകടത്തിൽപ്പെടുത്തുന്ന ഗെയിംസിലേക്കോ അതും അല്ലെങ്കിൽ എന്താണ് പറയുക മയക്കുമരുന്നിലേക്കോ ഒന്നും വഴുതി പോവുകയില്ല.
നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ സ്വഭാവ രൂപവൽക്കരണവും നടത്തിക്കഴിഞ്ഞാൽ 5 വയസ്സ് വരെയാണ് സ്വഭാവ രൂപീകരണത്തിന് നല്ലത്. പിന്നെ 5ാം ക്ലാസ് ലോവർ പ്രൈമറി സ്കൂള്, ആ സമയം അതിന് വളരെ ചേരുന്ന സമയമാണ്. 10ാം ക്ലാസ് വരെയും നല്ലതാണ്, 12ാം ക്ലാസ് വരെയും നല്ലതാണ്. അത്രയൊക്കെ ആകുമ്പോഴത്തേന് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണം ഏകദേശം പൂർണ്ണമാകും. പിന്നെ നമ്മൾ അവരെ ഏത് സ്ഥലത്തേക്ക് അയച്ചാലും അവരിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സ്വാധീന ശക്തികൾക്കൊന്നിനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയെപ്പറ്റി ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, വിദ്യ വലത് കൈയിൽ പ്രശസ്തിയും ഇടത് കൈയിൽ ധനവും കൊണ്ടുവരും എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പൊ ഇതുപോലെയാണ് നാം നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത്. വിദ്യ അഭ്യസിപ്പിക്കണം. മറ്റേത് ധനവും മോഷ്ടിച്ചു കൊണ്ടുപോകാം, പക്ഷെ വിദ്യ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ധനമാണ്. ആ ധനം സ്വായത്തമാക്കാനായിട്ട് ആവതും നാം അവരെ സഹായിക്കുക. നമ്മൾ തന്നെ നല്ലവണ്ണം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവർക്കും അത് തോന്നണം. ഇപ്പൊ റീഡത്തോണുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടാകുകയില്ല, പക്ഷെ ഏത് മാതാപിതാക്കൾക്ക് ഒരു ന്യൂസ് പേപ്പർ വീട്ടിൽ വാങ്ങിക്കാം. ആ ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് കുട്ടികളെ നിഷ്കർഷിക്കാം. ഒരു പേജ് ഒരു കുട്ടിയാണ് വായിക്കുന്നത് എങ്കിൽ അടുത്ത പേജ് അടുത്ത കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. അതുപോലെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞ കൊലപാതകവും റേപ്പും ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഈ രാജ്യത്തെ സംബന്ധിച്ച, ഈ ലോകത്തെ സംബന്ധിച്ച, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച, ഈ പ്രദേശത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ് ആ പത്രത്തിലുള്ളത് അത് എഴുതിയെടുക്കാൻ പറയണം. അത് എഴുതിയെടുത്ത് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുന്ന വേളയിൽ അത് അവതരിപ്പിക്കാൻ പറയണം. അങ്ങനെ അവരുടെ പ്രസംഗശേഷി വളർന്നു വരും. എന്തൊക്കെ പ്രയോജനങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാമെന്നറിയാമോ? അതുപോലെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം പഠിക്കാൻ വേറൊരു മാർഗവും കൂടി ഞാൻ പറഞ്ഞാൽ, ഇതൊക്കെ ഞങ്ങളൊക്കെ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മാർഗ്ഗമാണ്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ, അതായത് 10, 12 ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒക്കെ അവരുടെ ഫ്രണ്ട്സിനെ വീട്ടിൽ വരാൻ അനുമതി. ഏത് ക്ലാസ്സിലാണെങ്കിലും, പ്രത്യേകിച്ച് 10, 12 ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു സമയമൊക്കെ ആയി അവരെ മറ്റേതെങ്കിലും ശക്തികൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് അവരുടെ പുറകെ പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ കുട്ടികൾ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നോട്ടെ. അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ വന്ന് അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവരുമായിട്ട് നമ്മൾ കൂടിച്ചേരുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ കമ്പനി എന്തൊക്കെയാണ്, ഇവരുടെ സംസാര രീതി എന്തൊക്കെയാണ്, എന്തെങ്കിലും ദുസ്വാധീനങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് ഇന്റർഫിയർ ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ പ്രൈമറി സ്കൂളുകളൊന്നും ആഗോള ഹബ്ബായി ഉയരത്തക്ക രീതിയിൽ വളർന്നിട്ടില്ല. പക്ഷേ നാം എല്ലാം മനസ്സ് വെച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ അവയൊക്കെ വളർത്തിക്കൊണ്ടുവരാം. അവ വളർന്നു വരുന്നത് നമ്മുടെ മക്കളുടെ വളർച്ചയാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെ.